ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വികലമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുന്ന പുരോഹിത ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പുതുനഗരത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച മുജാഹിദ് ആദർശ സമ്മേളനം ആഹ്വാനം ചെയ്തു. തൗഹീദ് പ്രമാണം പ്രസ്ഥാനം എന്ന പ്രമേയത്തിലാണ് മുജാഹിദ് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത്. അധികാര ദുർവിനിയോഗത്തിലൂടെ സംഘടനാ സംവിധാനങ്ങൾ പിടിച്ചടക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെയും വിശ്വാസാചാരങ്ങളെയും തള്ളിപ്പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ വിശ്വാസി സമൂഹം ജാഗ്രത പാലിക്കണമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. മനുഷ്യന്റെ ആത്മീയാന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടുന്ന സമീപനമാണ് സമസ്തയും അനുബന്ധ പ്രസ്ഥാനങ്ങളും ഇരുവിഭാഗം KNM സംഘടനകളും സ്വീകരിച്ചുവരുന്നത്. പ്രമാണവിരുദ്ധമായ വീക്ഷണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയധാരയിലേക്ക് കലർത്താൻ ഇടക്കാലത്ത് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പിന് കാരണമെന്നും പരിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകചര്യയിലേക്കുമുള്ള മടക്കമാണ് മുജാഹിദ് സംഘടനകൾ ഐക്യപ്പെടാനുള്ള മാർഗമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ മൗലികത എന്നിരിക്കെ ബഹുദൈവാരാധനയ്ക്ക് തുല്യമായ വിശ്വാസ ചിന്തകൾ പ്രചരിപ്പിക്കാനുള്ള നീക്കം അപലപനീയമാണ്. സ്വയം ദിവ്യത്വം അവകാശപ്പെടുകയും മറ്റുള്ളവർക്ക് പരികൽപ്പിച്ചു നൽകുകയും ചെയ്യുന്നതിലൂടെ ആത്മീയ ചൂഷണങ്ങൾക്ക് പഴുതിടുകയാണ് ഈ കൂട്ടർ. അജ്ഞതയെ ചൂഷണം നടത്തി സാമ്പത്തിക മുതലെടുപ്പിനും ലൈംഗിക ചൂഷണങ്ങൾക്കുമാണ് ഇത്തരം വ്യാജ ആത്മീയ കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുദൈവ വിശ്വാസത്തെയും ആൾദൈവ സംസ്കാരത്തെയും നിരാകരിക്കുന്ന വിശുദ്ധ ഇസ്ലാമിലെ വിശ്വാസ വിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ താൻ മരണപ്പെട്ടവർക്ക് ദിവ്യത്വം കൽപ്പിച്ചു നൽകുന്ന ഇരു സമസ്തകളുടെയും സമീപനമാണ് മരിച്ചുപോയ CM മടവൂർ സ്രഷ്ടാവാണെന്ന് വാദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് മുജാഹിദ് ആദർശ സമ്മേളനം കുറ്റപ്പെടുത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഹംസക്കുട്ടി സലഫി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട്ട് പ്രഭാഷണം നടത്തി. സമകാലികം ഇസ്ലാം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തിയത്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണമെങ്കിൽ, ശാശ്വതമായ പരിഹാരമുണ്ടാവണമെങ്കിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടായിരിക്കണം. അത് ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിന് ഈ ഉമ്മത്തിന്റെ, ഈ സമുദായത്തിന്റെ അഭ്യന്തരമായ ശുദ്ധീകരണം ഈ സമുദായത്തിന് അനിവാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സമുദായത്തിന് അഭ്യന്തരമായ ശുദ്ധീകരണം വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദ് തന്നെയാണ്. ഈ തൗഹീദിൽ പിഴക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യാതൊരു സഹായവും ലഭിക്കുകയില്ല. എന്നാൽ അല്ലാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്ന ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിയാൽ റഹ്മാനായ റബ്ബ് പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് കൊണ്ട്, ആ വാക്കുകൊണ്ട് ഈ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും റഹ്മാനായ റബ്ബ് അവർ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 27ാമത്തെ വചനത്തിലൂടെ റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജില്ലാ ട്രഷറർ A മുജീബ് റഹ്മാൻ അധ്യക്ഷനായി. മൂസ സ്വലാഹി, ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ കോളേജ് ഡയറക്ടർ ഫൈസൽ മൗലവി പുതുപ്പറമ്പ്, വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അൽ ഹിക്കമി ഒറ്റപ്പാലം എന്നിവർ വിഷയാവതരണം നടത്തി. സംസ്ഥാന ഭാരവാഹി PU സുഹൈൽ, ജില്ലാ ഭാരവാഹികളായ സദഖത്തുള്ള അലനല്ലൂർ, അബ്ദുൽ ഹമീദ് എടത്തനാട്ടുകര, അർഷദ് സ്വലാഹി, വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി നൌഫൽ കളത്തിങ്കൽ, ആലത്തൂർ മണ്ഡലം സെക്രട്ടറി TA മുഹമ്മദ് റാഫി, യൂത്ത് സെക്രട്ടറി Y അൻഷാദ്, പ്രസിഡന്റ് A അക്ബർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.